Welcome to the chemistry class. Module 3 വാട്ടർ ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ്സിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാട്ടർ ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ് എന്ന ഭാഗത്തിൽ വെള്ളത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, വെള്ളത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ സോപ്പുമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളത്തിനെ എത്രയായി തരംതിരിക്കാം, സോഫ്റ്റ് വാട്ടർ ഹാർഡ് വാട്ടർ എന്താണ്, അതുപോലെ സോഫ്റ്റ് വാട്ടറും ഹാർഡ് വാട്ടറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ സോഫ്റ്റ് വാട്ടറും ഹാർഡ് വാട്ടറും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞു ഹാർഡ് വാട്ടർ ഈസ് നോട്ട് യൂസ്ഡ് ഇൻ അല്ലെങ്കിൽ നോട്ട് യൂസ്ഡ് ഫോർ കുക്കിംഗ്, ബാത്തിങ്, ഇൻ ബോയിലർ ആൻഡ് ഇൻ ലോണ്ട്രി സർവീസസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹാർഡ് വാട്ടറിനെ പാചകം ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ബാത്തിങ്ങിന് കഴുകി വൃത്തിയാക്കലുകൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അതുപോലെ ബോയിലറിൽ ഉപയോഗിക്കാൻ പറ്റില്ല, അലക്ക് വ്യവസായം ലോണ്ട്രി സർവീസിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇന്ന് നമുക്കതിൻ്റെ വിശദീകരണങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട് ഹാർഡ് വാട്ടർ സ്റ്റീം ബോയിലറിൽ അല്ലെങ്കിൽ ബോയിലറിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നതാണ് നമുക്ക് പറയാനുള്ളത്. വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹാർഡ് വാട്ടർ ഇൻ സ്റ്റീം ബോയിലർ ഓർ ബോയിലർ? നീരാവി ഉണ്ടാക്കുന്ന ബോയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തിളപ്പിക്കുന്ന ആളെന്നാണ്. അപ്പോൾ സ്റ്റീം ബോയിലർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെ തിളപ്പിച്ചിട്ട് നീരാവി ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ഒരു സംവിധാനത്തിൽ ഹാർഡ് വാട്ടർ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല? ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റീം ബോയിലർ എന്താണ് എന്നും സ്റ്റീം ബോയിലർ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. സ്റ്റീം ബോയിലർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെ തിളപ്പിച്ച് നീരാവി ഉണ്ടാക്കുന്ന ആ സംവിധാനമാണ് സ്റ്റീം ബോയിലർ എന്ന് പറയുന്നത്. ഇതിനെ ഉപയോഗിക്കുന്ന ഇടം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് സ്റ്റീം ബോയിലർ ഉപയോഗിക്കുന്നത് തെർമൽ പവർ പ്ലാന്റിലാണ്. എന്ന് വെച്ചാൽ താപവൈദ്യുത നിലയങ്ങളിൽ. നമുക്കറിയാം താപവൈദ്യുത നിലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനെ ചൂടാക്കി നീരാവിയാക്കി ആ നീരാവി കൊണ്ട് ടർബൈൻ കറക്കിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകൾക്കാണ് തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഇടങ്ങളിലെ ഒരു മെയിൻ ഭാഗമാണ് സ്റ്റീം ബോയിലർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു പ്രൊഡക്ഷൻ യൂണിറ്റുകളുള്ള ഫാക്ടറികളിലൊക്കെ ഹീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെഷീനറി സംവിധാനങ്ങൾ നമുക്കറിയാം. ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലിരിക്കുന്ന നമുക്ക് ഉപയോഗത്തിലേക്ക് വരുന്നൊരു ഊർജ്ജ രൂപമാണ്. അപ്പോൾ ഒരുപാട് പ്രൊഡക്ഷൻ യൂണിറ്റുകളിലൊക്കെ ഫാക്ടറികളിലൊക്കെ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. മെഷീൻസിൻ്റെ ഒരുപാട് ഭാഗങ്ങളിലേക്ക് നമുക്ക് ഹീറ്റ് എത്തിക്കേണ്ടി വരും. അത്തരം ഇടങ്ങളിലൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഹീറ്റിംഗ് സംവിധാനം കൊടുക്കുന്നതിന് പകരം ഒരു പ്രത്യേക ഇടത്തിൽ ഒരു സ്റ്റീം ബോയിലർ ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് സ്റ്റീം ഉണ്ടാക്കി സ്റ്റീമിൻ്റെ ഹീറ്റ് എനർജിയെ നമ്മൾ മെഷീൻ്റെ പല ഭാഗങ്ങളിലൂടെ കടത്തിവിടുന്ന രീതിയിലേക്കാണ് സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഫാക്ടറികളിലും ചെറുതോ വലുതോ അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഡക്ഷൻ്റെ അളവിനനുസരിച്ചുള്ള സ്റ്റീം ബോയിലേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഈ സ്റ്റീം ബോയിലേഴ്സിൻ്റെ മാതൃക നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീം ബോയിലറിൽ വെള്ളത്തിനെ തിളപ്പിച്ചിട്ട് നീരാവി ഉണ്ടാക്കുന്നു, അതിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഈ സംവിധാനത്തിൻ്റെ ആ ഒരു മെയിൻ സംവിധാനം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അതൊരു കണ്ടെയ്നറായിരിക്കും. ആ കണ്ടെയ്നറിനകത്താണ് വെള്ളത്തിനെ ബോയിൽ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നർ കൂടുതലും ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച അല്ലെങ്കിൽ മെറ്റൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കണ്ടെയ്നറായിരിക്കും. ഇതിൻ്റെ പുറത്ത് അതിനകത്ത് വെള്ളത്തിനെടുക്കുന്നു, പുറത്ത് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഹീറ്റ് നമുക്ക് പല രീതിയിൽ കൊടുക്കാൻ പറ്റും. ഒന്ന് ഫ്യൂവൽ ഉപയോഗിച്ചിട്ട് കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൽക്കരി കത്തിച്ചിട്ട് ഹോട്ട് എയർ ഈ കണ്ടെയ്നറിന് പുറത്തേക്ക് കൊടുക്കുന്ന രീതിയിൽ കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ പെട്രോളിയം ഫ്യൂവൽസ് ആയിട്ടുള്ള കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ LPG ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഗ്യാസായിട്ടുള്ള ഫ്യൂവൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹീറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് കോയിൽ ഉപയോഗിച്ചിട്ട് കണ്ടെയ്നറിന് പുറത്ത് ഹീറ്റ് കൊടുത്തിട്ട് അങ്ങനെയും ഹീറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സംവിധാനത്തിൽ നമ്മൾ ഹാർഡ് വാട്ടറിന് ഒരിക്കലും ഉപയോഗിക്കാറില്ല, സോഫ്റ്റ് വാട്ടറാണ് ഉപയോഗിക്കാറ്. ഹാർഡ് വാട്ടർ ഉപയോഗിച്ചാൽ എന്താണ് കുഴപ്പം?
നമ്മൾ ഉദാഹരണത്തിന് ഒരു സ്റ്റീം ബോയിലറുണ്ട്. ആ സ്റ്റീം ബോയിലറിനകത്ത് നമ്മൾ ഹാർഡ് വാട്ടറാണ് നിറച്ചിരിക്കുന്നത്. ഹാർഡ് വാട്ടർ എന്ന് വെച്ചാൽ നമ്മൾ ഏതോ ഒരു സ്രോതസ്സിൽ നിന്ന് വെള്ളം എടുത്ത് ആ വെള്ളത്തിനകത്ത് ഹാർഡ്നെസ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ കാൽസ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ മെഗ്നീഷ്യം ക്ലോറൈഡ് ആ വെള്ളത്തിനകത്ത് പ്രസൻ്റാണ് എന്ന് വെച്ചാൽ ഹാർഡ്നെസ്സിന് കാരണമായ ഒരാൾ വെള്ളത്തിനകത്തുണ്ട്. ഹാർഡ്നെസ്സിന് കാരണമായ ആൾ വെള്ളത്തിൽ ഉപ്പ് ലയിച്ചതുപോലെ ലയിച്ചിരിക്കുന്ന ആളാണ് എന്ന് വെച്ചാൽ വെള്ളം കാഴ്ചക്ക് ശുദ്ധമായ വെള്ളം തന്നെയാണ്, പക്ഷെ അതിനകത്ത് മെഗ്നീഷ്യം ക്ലോറൈഡ് ഉപ്പ് ലയിച്ചതുപോലെ ലയിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിനെയാണ് നമ്മൾ സ്റ്റീം ബോയിലറിനകത്ത് നിറച്ചിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സ്റ്റീം ബോയിലറിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം എടുത്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, നീരാവി ഉണ്ടാകുന്നു, നീരാവി മെഷീൻ സംവിധാനങ്ങളോടെ തിരിച്ച് സർക്കുലേറ്റ് ചെയ്തു വീണ്ടും ബോയിലറിൽ തന്നെ എത്തുന്നു. കാരണം ബോയിലറിനകത്തുള്ള ഉപയോഗിക്കുന്ന വെള്ളം പിന്നെ വളരെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അത് ടോപ്പപ്പ് ചെയ്യാറാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിനകത്തുള്ള വെള്ളം വീണ്ടും റീസൈക്കിൾ ചെയ്ത് വന്നിട്ട് ഹീറ്റ് എനർജി ലോസ് ആയിട്ട് കൂളായിട്ട് ഇവിടേക്ക് തന്നെ വീണ്ടും എത്തുന്ന രീതിയിലായിരിക്കും സംവിധാനങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ അതിനകത്ത് ബോയിലറിനകത്ത് നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു നമ്മളിങ്ങനെ ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഫാക്ടറിയുടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ലോങ് ടേമിലാണ് അല്ലെങ്കിൽ ഒരു മാസങ്ങളോളൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ ഹാർഡ് വാട്ടറാണ് എടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഹീറ്റാവുന്നതിനനുസരിച്ച് ഈ ഹാർഡ് വാട്ടറിനകത്തുള്ള ഹാർഡ്നെസ്സിന് കാരണമായ ആളുകൾ ചിലപ്പോൾ സോളിഡായിട്ട് പൗഡർ രീതിയിലായിട്ട് ഈ സ്റ്റീം ബോയിലറിൻ്റെ വാളുകളിൽ ഒരു ഹാർഡ് ഡെപ്പോസിറ്റായിട്ട് അല്ലെങ്കിൽ അവിടെ അടിയുന്ന രീതിയിൽ ഒരു ഉണ്ടാവാറുണ്ട്. അതാണ് അങ്ങനെ ഉണ്ടാകുന്ന ഫോമിന് പറഞ്ഞ പേരാണ് സ്കെയിൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജസ് ആണ് ഹാർഡ് വാട്ടറിനെ സ്റ്റീം ബോയിലറിൽ ഉപയോഗിച്ചാൽ ഒന്നാമത്തെ പ്രശ്നമാണ് ഇറ്റ് കോസ് സ്കെയിൽ ഫോർമേഷൻ. ഹാർഡ് വാട്ടർ സ്റ്റീം ബോയിലറിൽ സ്കെയിൽ ഫോർമേഷന് കാരണമാകും. എന്താണ് സ്കെയിൽ? ഹാർഡ് വാട്ടർ കോസ് എ ഹാർഡ് ഡെപ്പോസിറ്റ് ഓൺ ദ ഇന്നർ വാൾസ് ഓഫ് ദ ബോയിലർ കാൾഡ് സ്കെയിൽ. ഹാർഡ് വാട്ടർ ബോയിലറിൻ്റെ അകത്തുള്ള ചുവരുകളിൽ ഒരു ഹാർഡ് ഡെപ്പോസിറ്റായിട്ട് ഒരു കട്ടിയുള്ള ഒരു പൗഡർ രീതിയിൽ അതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് രീതിയിലും ഉണ്ടാകുന്ന ഒരു ഫോം രൂപം കൊള്ളുന്നു. ഇതിനെയാണ് സ്കെയിൽ എന്ന് പറയുന്നത്. ഈ സ്കെയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം കണ്ടെയ്നറിന് പുറത്തുനിന്നാണ് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത്. ഈ മെറ്റൽ പാർട്ടായിട്ടുള്ള കണ്ടെയ്നറിന് ഹീറ്റാവുന്നു, അതിലൂടെ വെള്ളം ഹീറ്റാവുന്നു. ഇപ്പോൾ ഈ കണ്ടെയ്നറിൻ്റെയും വെള്ളത്തിൻ്റെയും ഇടയിൽ ഒരു ഇൻസുലേറ്ററായിട്ട് നമ്മളുടെ ഈ സ്കെയിൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പൗഡർ കോട്ടിങ് അവിടെ ഹീറ്റിനെ കടത്തിവിടാത്ത ഒരാളായിട്ട് അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഹീറ്റ് പൂർണ്ണമായും വെള്ളത്തിനകത്തേക്ക് എത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസിന് ഹീറ്റ് കൊടുക്കാനുള്ള രീതിയിൽ പുറത്തുനിന്ന് ഹീറ്റ് കൊടുത്തു, അകത്ത് ഒരു 60 ഡിഗ്രി സെൽഷ്യസിനെ എത്തുന്നുള്ളൂ. എന്ന് വെച്ചാൽ 40% നമുക്ക് ലോസാണ്. സ്കെയിൽ ആക്ട് ആസ് എ ഹീറ്റ് ഇൻസുലേറ്റർ ആൻഡ് കോസ് വേസ്റ്റേജ് ഓഫ് എനർജി. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഹാർഡ് വാട്ടർ സ്റ്റീം ബോയിലറിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറ്റ് കോസ് സ്കെയിൽ ഫോർമേഷൻ ആൻഡ് കോസ് വേസ്റ്റേജ് ഓഫ് എനർജി, ഊർജ്ജ നഷ്ടത്തിന് കാരണമാകും. രണ്ടാമത്തെ കാരണം ഇറ്റ് കോസ് എക്സ്പ്ലോഷൻ ഓഫ് ബോയിലർ ഡ്യൂ ടു ദ ക്രാക്കിംഗ് ഓഫ് എ സ്കെയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഹാർഡ് ഡെപ്പോസിറ്റ് സ്റ്റീം ബോയിലറിൻ്റെ വാളിനകത്തുണ്ടായിട്ടുള്ള ആ ഹാർഡ് ഡെപ്പോസിറ്റായിട്ടുള്ള സ്കെയിൽ ഫോർമേഷന് അതിന് ക്രാക്ക് വീഴുമ്പോൾ ബോയിലർ പൊട്ടിത്തെറിക്കാനുള്ള കാരണമാകുന്നു. വിശദീകരിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മാസങ്ങളോളമായി നമ്മളുടെ ഫാക്ടറി റണ്ണിങ്ങിലാണ്, സ്റ്റീം ബോയിലർ റണ്ണിങ്ങിലാണ്. അതിനകത്ത് വെള്ളം നിറച്ച് നമ്മൾ ക്ലോസ് ചെയ്തതാണ്, നമ്മൾ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്തുള്ള വെള്ളത്തിനെ കുറിച്ചോ അതിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കുന്നേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഒരു സ്കെയിൽ ഫോർമേഷൻ നടന്നിട്ടുണ്ട്, ഹാർഡ് കോട്ടിങ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ടെമ്പറേച്ചർ പൂർണ്ണമായിട്ട് അങ്ങോട്ട് എത്തുന്നില്ല. അതിനനുസരിച്ച് നമ്മൾ ഇവിടെ മെഷീൻ്റെ സംവിധാനങ്ങളിൽ അതിൻ്റെ സെറ്റിങ്സ് മാറ്റി കൊടുത്തിട്ടുണ്ടെന്ന് വെക്കാം. നമ്മൾ പുറത്തുനിന്ന് 100 കൊടുക്കുന്നു, അകത്ത് 60 എത്തുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സമയം ലാഗിങ് വരും, ടെമ്പറേച്ചർ അവിടെ എത്താനുള്ള സമയം ലാഗിങ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തുള്ള സെറ്റിങ്സൊക്കെ മാറ്റി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഈ ഹാർഡ് ഡെപ്പോസിറ്റിൻ്റെ അതിനകത്താണ് വെള്ളം നിൽക്കുന്നത്. കണ്ടെയ്നറിനകത്ത് നമ്മളൊരു 120 ഡിഗ്രി സെൽഷ്യസ് എത്താനുള്ള രീതിയിൽ ചൂട് കൊടുത്തു. അകത്ത് അപ്പോൾ 80 അല്ലെങ്കിൽ 60 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് എത്തുന്നത്. ഈ സമയത്ത് നമ്മളുടെ ആ ഹാർഡ് ഡെപ്പോസിറ്റായിട്ടുള്ള ആ സ്കെയിലിന് ഒരു ക്രാക്ക് വീണെന്ന് നോക്കാം. അപ്പോൾ ആ ക്രാക്കിൻ്റെ ഉള്ളിലൂടെ വെള്ളം നേരിട്ട്
നമ്മളുടെ സ്റ്റീം ബോയിലറിൻ്റെ കണ്ടെയ്നറിൻ്റെ ആ വാളിലേക്ക് എത്തും. വാളിലുള്ള ചൂട് 120 ഡിഗ്രി സെൽഷ്യസ്, അകത്ത് നേരത്തെ വെള്ളത്തിനുണ്ടായിരുന്നത് 60 ഡിഗ്രി സെൽഷ്യസ്. ഒറ്റയടിക്കാണ് പെട്ടെന്ന് വെള്ളം വേപ്പറൈസ് ചെയ്യുന്ന ടെമ്പറേച്ചറിൻ്റെ മുകളിലുള്ള ഒരു ടെമ്പറേച്ചറിലേക്ക് വെള്ളം എത്തുന്നത്. സഡനായിട്ട് വാട്ടർ എന്താവും, പെട്ടെന്ന് വേപ്പറായി മാറും. നമ്മുടെ സെറ്റിങ്സിൻ്റെ അതീതമായിട്ടായിരിക്കും അതിൻ്റെ അപ്പോഴുള്ള സ്റ്റീം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ബോയിലറിനത് അപ്പോഴത്തെ ആ വോളിയം താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുമൂലം ബോയിലർ പൊട്ടിത്തെറിക്കാനുള്ള ഒരു കാരണത്തിലേക്കും ഹാർഡ് വാട്ടർ എത്തിക്കും. അതാണ് പറഞ്ഞത്, ഹാർഡ് വാട്ടർ കോസ് എക്സ്പ്ലോഷൻ ഓഫ് ബോയിലർ ഡ്യൂ ടു ദ ക്രാക്കിംഗ് ഓഫ് സ്കെയിൽ. മൂന്നാമത്തെ പ്രശ്നം, ഹാർഡ് വാട്ടർ കോസ് കൊറോഷൻ ഓഫ് ദ ബോയിലർ ബിക്കോസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് HCl. ഹാർഡ് വാട്ടർ ബോയിലറിനകത്ത് തുരുമ്പുണ്ടാക്കാനും കാരണമാകും. ഏതുവഴി? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാകുന്നത് വഴി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാർഡ്നെസ്സിന് കാരണമാകുന്ന 6 കോമ്പൗണ്ടുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് കാൽസ്യം ബൈകാർബണേറ്റ്, മെഗ്നീഷ്യം ബൈകാർബണേറ്റ്, കാൽസ്യം സൾഫേറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ്, അല്ലെങ്കിൽ കാൽസ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം ക്ലോറൈഡ്. ഇവിടെ നമ്മൾ മെഗ്നീഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ കാൽസ്യം ക്ലോറൈഡാണ് നമ്മുടെ ഹാർഡ്നെസ്സിന് കാരണമായി വന്ന ആൾ എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുക. ഇവിടെ MgCl2 ആണെന്ന് വെച്ചാൽ മെഗ്നീഷ്യം ക്ലോറൈഡാണ്. നമ്മുടെ വെള്ളത്തിനകത്ത് ഹാർഡ്നെസ്സിന് കാരണമായി വന്നത് അയാളാണ്. നമ്മൾ അതിനെയാണ് സ്റ്റീം ബോയിലറിനകത്ത് നിറച്ച് വെച്ചത്. വർഷങ്ങളോളം ലോങ് ടേം ആയിട്ട് റണ്ണിങ് ചെയ്യുന്ന ഒരു സ്റ്റീം ബോയിലർ. അതിനകത്ത് വെള്ളം നിറച്ച് നമ്മൾ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കുന്നേ ഇല്ല. അതിനകത്ത് മെഗ്നീഷ്യം ക്ലോറൈഡാണ് ഉണ്ടായിരുന്നത്. മെഗ്നീഷ്യം ക്ലോറൈഡ് വെള്ളത്തിനകത്ത് വെള്ളവുമായിട്ട് രാസപ്രവർത്തനം നടക്കുമ്പോൾ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ടാകും. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ബേസാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസിഡാണ്. ഇവിടെ ഒരു മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഒരു ബേസിൻ്റെ മോളിക്യൂൾ ഉണ്ടാകുമ്പോൾ 2 ആസിഡ് മോളിക്യൂൾ ഉണ്ടാകും. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റീം ബോയിലറിനകത്ത് നിറച്ച വെള്ളം സാവധാനം അസിഡിക് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. നമുക്കറിയാം, ഒരു മെറ്റൽ കണ്ടെയ്നറിനകത്ത് ആസിഡ് നിറച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ ഭാഗം തുരുമ്പിക്കാൻ തുടങ്ങും. ഇതുപോലെ ബോയിലറിൻ്റെ കണ്ടെയ്നറിൻ്റെ വാളുകൾ തുരുമ്പിക്കാൻ തുടങ്ങും. അവസാനം ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കുന്നിടത്തേക്ക് എത്തും. ഇതാണ് പറഞ്ഞിട്ടുള്ളത്, ഹാർഡ് വാട്ടർ കോസ് കൊറോഷൻ ഓഫ് ബോയിലർ ബിക്കോസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് HCl. ഓക്കെ, അപ്പോൾ ബോയിലറിനകത്ത് 3 തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന് സ്കെയിൽ ഫോർമേഷനാണ്, രണ്ടാമത്തത് എക്സ്പ്ലോഷന് സാധ്യതയുണ്ട്, മൂന്നാമത്തത് ബോയിലറിന് കൊറോഷൻ സംഭവിക്കാനും ഹാർഡ് വാട്ടർ കാരണമാകുന്നു. അടുത്ത ഡിസഡ്വാൻറ്റേജസ് ആണ് ഹാർഡ് വാട്ടറിനെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ വ്യവസായ മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹാർഡ് വാട്ടർ ഇൻ ഇൻഡസ്ട്രിയൽ യൂസ്. വ്യവസായ അടിസ്ഥാനത്തിലുള്ള ഉപയോഗങ്ങളിലേക്ക് ഹാർഡ് വാട്ടർ ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ്? ഉപയോഗിച്ചാൽ എന്താണ് ദോഷവശം? നമ്മൾ നേരത്തെ പറഞ്ഞ ബോയിലർ അതൊരു ഇൻഡസ്ട്രിയൽ യൂസിൽ വരുന്നതാണ്. അപ്പോൾ ബോയിലറിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഞാൻ വീണ്ടും കൊടുത്തിട്ടുണ്ട്. കാരണം ബോയിലർ ഒരു ഇൻഡസ്ട്രിയൽ മേഖലയിൽ വരുന്ന ഭാഗമായതുകൊണ്ട്. അപ്പോൾ ഒന്നാമത്തതിന് ഇറ്റ് കോസ് സ്കെയിൽ ഫോർമേഷൻ ആൻഡ് വേസ്റ്റേജ് ഓഫ് എനർജി ഇൻ ദ സ്റ്റീം ബോയിലർ. വെള്ളത്തിനെ തിളപ്പിച്ച് നീരാവി ഉണ്ടാക്കുന്ന ബോയിലറുകളിൽ ഹാർഡ് വാട്ടർ സ്കെയിൽ ഫോർമേഷന് കാരണമാകുന്നു. അതുമൂലം എനർജി ലോസിനും കാരണമാകും. രണ്ടാമത്തത് ഇറ്റ് കോസ് എക്സ്പ്ലോഷൻ ഓഫ് ബോയിലർ ഡ്യൂ ടു ദ ക്രാക്കിംഗ് ഓഫ് സ്കെയിൽ. ബോയിലറിനകത്തുണ്ടായിരിക്കുന്ന ആ സ്കെയിലിന് ക്രാക്കിംഗ് വീഴുമ്പോൾ ബോയിലർ പൊട്ടിത്തെറിക്കാനുള്ള ഇടത്തേക്ക് വരേക്ക് ഹാർഡ് വാട്ടർ എത്തിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തത് ഇറ്റ് കോസ് കൊറോഷൻ ഓഫ് ദ ബോയിലർ ബിക്കോസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് HCl. ബോയിലറിനകത്തുള്ള വെള്ളത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് രൂപം കൊള്ളുന്നത് കാരണത്താൽ ഹാർഡ് വാട്ടർ ബോയിലറിന് തുരുമ്പുണ്ടാക്കിക്കാനും കാരണമാകുന്നു. ഈ 3 കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അടുത്തത് എന്താണ്? ഒരുപാട് മേഖലകളിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്ന എല്ലാ വ്യവസായ മേഖലയിലും നമ്മൾ ഉപയോഗിക്കുന്നത് സോഫ്റ്റ് വാട്ടറാണ്. അവിടെ ഹാർഡ് വാട്ടർ വരുമ്പോൾ നമ്മളുടെ പ്രൊഡക്ഷൻ മേഖലയിൽ പ്രൊഡക്ഷനിൽ പ്രശ്നം ഉണ്ടാകുന്നു, അതിൻ്റെ ക്വാളിറ്റിയിൽ പ്രശ്നം ഉണ്ടാകുന്നു, അതുപോലെ അപകടങ്ങൾക്കൊക്കെ കാരണമാകാറുണ്ട്. അടുത്തൊരു ഇൻഡസ്ട്രിയാണ് ഡൈയിങ് ഇൻഡസ്ട്രി. ഇൻ ഡൈയിങ് ഇൻഡസ്ട്രി ഇറ്റ് ഫോംസ് മാൾ ഫോർമേഷൻ ഓഫ് കളർ. ഡൈയിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറം കൊടുക്കുന്ന ഇൻഡസ്ട്രികൾ. ഉദാഹരണത്തിന് നമുക്ക് ക്ലോത്തിൽ ഡൈയിങ് ഇൻഡസ്ട്രി നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രി.
നമ്മളൊക്കെ നമ്മളുടെ കോളേജിൽ നിന്നൊക്കെ കുട്ടികൾ മൈസൂർ സിൽക്സിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പട്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ പട്ട് വസ്ത്രങ്ങൾ കളറ് കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല വെള്ളം തിളക്കുന്ന വെള്ളത്തിൽ വെച്ചിട്ടാണ് ഈ ക്ലോത്തിന് കളറ് കൊടുക്കുന്നത്. അപ്പോൾ കളർ ആഡ് ചെയ്തിട്ടുണ്ട്, ക്ലോത്ത് ചെയ്തിട്ടുണ്ട്. കുറേ നേരം ആ തിളച്ചിരിക്കുന്ന വെള്ളത്തിൽ കിടന്നിട്ടാണ് ഈ കളറ് ഈ ഡ്രസ്സിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഡൈയിങ് ഇൻഡസ്ട്രികളിൽ, ഇത് ഞാൻ ക്ലോത്തിൻ്റെ മാത്രമാണ് പറഞ്ഞത്, മറ്റു പല മേഖലയിലും വെള്ളം ഉപയോഗിക്കുന്ന ഡൈയിങ് ഇൻഡസ്ട്രികളിലൊക്കെ നമ്മൾ സോഫ്റ്റ് വാട്ടറാണ് ഉപയോഗിക്കുക. അവിടെ ഹാർഡ് വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിനകത്ത് ഹാർഡ്നെസ്സിന് കാരണമായ കെമിക്കൽസ് ഉണ്ടാകും, കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കോമ്പൗണ്ട്സ് ഉണ്ടാകും. ഇവർ നമ്മളുടെ പ്രൊഡക്റ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ കളറിങ്ങിൻ്റെ ആ രാസപ്രവർത്തനത്തിൽ തടസ്സം നിൽക്കുന്നു. അതുമൂലം തെറ്റായ കളർ ഫോർമേഷൻ ഉണ്ടാകാം. നമ്മൾ വിചാരിക്കുന്ന കളർ കൃത്യമായിട്ട് കിട്ടാതെ വരാം. അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സിൻ്റെ പല ഭാഗങ്ങളിൽ ഈ കെമിക്കൽസിൻ്റെ ആക്ഷൻ കാരണം കളറിൽ തെറ്റായ കളർ ഫോർമേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇൻ ഡൈയിങ് ഇൻഡസ്ട്രി ഇറ്റ് ഫോംസ്, അല്ലെങ്കിൽ ഹാർഡ് വാട്ടർ ഫോംസ് മാൾ ഫോർമേഷൻ ഓഫ് കളർ രീതിയിൽ തെറ്റായ കളർ രീതി ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഡൈയിങ് ഇൻഡസ്ട്രിയിൽ ഹാർഡ് വാട്ടർ ഉണ്ടാക്കുന്നുണ്ട്. അടുത്തതാണ് ഇൻ പേപ്പർ ഇൻഡസ്ട്രി ഇറ്റ് റെഡ്യൂസ് ദ ക്വാളിറ്റി ഓഫ് ദ പേപ്പർ നിർമ്മാണ വ്യവസായത്തിൽ ഇത് പേപ്പറിൻ്റെ ക്വാളിറ്റി കുറക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, പേപ്പർ നിർമ്മിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലുള്ള ഒരു ഇൻഡസ്ട്രി തന്നെയാണ് പേപ്പർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പേപ്പർ നിർമ്മിക്കുന്നത് വുഡ് പൾപ്പിൽ നിന്നാണ് പേപ്പർ നിർമ്മിക്കുന്നത്. അതിൽ നമുക്കറിയാം, നമ്മുടെ ബാമ്പു ഉപയോഗിക്കാറുണ്ട്, മുളയിലെ പൾപ്പിൽ നിന്ന് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഹാർഡ് വുഡുകളായിട്ട് യൂക്കാലിപ്സ് പോലെയുള്ള ഹാർഡ് വുഡുകളിൽ നിന്നൊക്കെ വുഡ് പൾപ്പ് എടുത്തിട്ട് ആ പൾപ്പിൽ നിന്നാണ് പേപ്പർ നിർമ്മിക്കുന്നത്. നമ്മളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മരത്തിനെ കൊണ്ടുപോയിട്ട് അതിനെ നമ്മൾ ഈർച്ചപ്പൊടിയുടെ രീതിയിലേക്ക്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചിപ്സ് രീതിയിലേക്ക് മാറ്റുന്നു. ആ ഇതിനെ പ്രത്യേക അഡിറ്റീവ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടറിൽ, അല്ലെങ്കിൽ വലിയൊരളവ് വെള്ളത്തിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുന്നത്, നമ്മളുടെ ഭാഷയിൽ പറയുകയാണ് പുഴുങ്ങിയെടുക്കുന്ന രീതിയിലൂടെയൊക്കെ രാസപ്രവർത്തനം നടത്തിയിട്ടാണ് നമ്മൾ വുഡ് പൾപ്പ് എടുക്കുന്നത്. ആ വുഡ് പൾപ്പിൽ നിന്നാണ് നമ്മൾ പേപ്പർ നിർമ്മിക്കുന്നത്. ഒരു പേപ്പർ ഇൻഡസ്ട്രിയിൽ വെള്ളത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറയുന്നത് about 100 liter of water is required for the production of 1 kilogram of paper. 1 കിലോഗ്രാം പേപ്പർ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ 100 ലിറ്ററിനടുത്ത് വെള്ളം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും ഹ്യൂജ് എമൗണ്ട് വാട്ടർ ഉപയോഗിക്കുന്നിടത്ത് സോഫ്റ്റ് വാട്ടറാണ് ഉപയോഗിക്കാറുള്ളത്. അവിടെ ഹാർഡ് വാട്ടർ വന്നു കഴിഞ്ഞാൽ ഹാർഡ്നെസ്സിന് കാരണമായ കെമിക്കൽസ് നമ്മളുടെ പ്രൊഡക്ഷൻ ഐറ്റമായിട്ടുള്ള അല്ലെങ്കിൽ പേപ്പറിലൊക്കെ അതിൻ്റെ ക്വാളിറ്റി കുറക്കുന്നതിന് കാരണമാകും. ഇതുപോലെ തന്നെ ഷുഗർ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ വാട്ടർ ഉപയോഗിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അവിടെയും ഹാർഡ് വാട്ടർ വന്നു കഴിഞ്ഞാൽ ഷുഗറിൻ്റെ ക്വാളിറ്റി കുറയും. അതുപോലെ തന്നെ തെറ്റായി നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉദിക്കും. അതുപോലെ തന്നെ അടുത്തുനിന്ന് ഫുഡ് ഇൻഡസ്ട്രികൾ, ഭക്ഷണ നിർമ്മാണങ്ങൾ, ബിസ്ക്കറ്റ് ആയാലും ചോക്ലേറ്റ് ആയാലും ആ രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നിടത്ത് നമ്മൾ വാട്ടർ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം ഇടങ്ങളിലൊക്കെ ഹാർഡ് വാട്ടർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് അതിൻ്റെ ക്വാളിറ്റി കുറയുന്നതിന് കാരണമാകും. അടുത്ത ഡിസഡ്വാൻറ്റേജസ് ആണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹാർഡ് വാട്ടർ ഇൻ ലോണ്ട്രി. അലക്ക് വ്യവസായത്തിൽ ഹാർഡ് വാട്ടർ ഉപയോഗിച്ചാൽ എന്താണ് കുഴപ്പം, അല്ലെങ്കിൽ ഹാർഡ് വാട്ടറിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് വേസ്റ്റേജ് ഓഫ് സോപ്പ് വേസ്റ്റ് ആകുമെന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാർഡ് വാട്ടറിൽ സോപ്പ് പെട്ടെന്ന് പതക്കില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു അലക്ക് വ്യവസായം, കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഒരു അലക്ക് വ്യവസായം, ടൗൺ കേന്ദ്രീകരിച്ച് ഒരു അലക്ക് വ്യവസായം സ്റ്റാർട്ട് ചെയ്തു നോക്കുക. നമ്മളതിനു വേണ്ടി പാകപ്പെട്ട നല്ല കപ്പാസിറ്റിയുള്ള വാഷിംഗ് മെഷീൻസൊക്കെ വാങ്ങി നമ്മളുടെ വെള്ളം ഹാർഡ് വാട്ടറായിപ്പോയി. നമ്മൾ അതിനകത്ത് സോപ്പ് ഉപയോഗിക്കുന്നു. 10 മിനിറ്റ് കൊണ്ട് 100 ഡ്രസ്സ് അലക്കിയെടുക്കുന്ന സമയത്ത് നമുക്കത് 15 മിനിറ്റ് കൊണ്ടായി, അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ടാണ് സംഭവിക്കുന്നത്. കാരണം ആദ്യത്തെ 10 മിനിറ്റ് നമ്മളുടെ ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് സോപ്പ് വ്യക്തമായിട്ട് പതയുന്നില്ല. ആ പതയാത്തത് കാരണം ഡ്രസ്സിൽ അഴുക്കുകൾ പോകുന്നില്ല. ഇത് ഒരു വ്യവസായ അടിസ്ഥാനത്തിലായതുകൊണ്ട് നമുക്ക് കസ്റ്റമറിന് പൂർണ്ണമായ സാറ്റിസ്ഫാക്ഷൻ വേണം. നമ്മൾ പൂർണ്ണമായും ക്ലീൻ ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സമയം ലാഗ് ചെയ്യുന്നു, സമയത്തിനനുസരിച്ച് നമ്മുടെ സോപ്പ് വേസ്റ്റാണ്. അതുപോലെ ആ സമയത്തോളം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫ്യുവലും വേസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയും വേസ്റ്റാണ്. അപ്പോൾ ഒന്നാമത്തതാണ് വേസ്റ്റേജ് ഓഫ് സോപ്പ്. വൈൽ വാഷിംഗ് വിത്ത് ഹാർഡ് വാട്ടർ സോപ്പ് ഫോം ലേതർ ഓൺലി ആഫ്റ്റർ റിമൂവൽ ഓഫ് ഓൾ ഡിസോൾവ്ഡ് ഇംപ്യൂരിറ്റീസ്.
ഹാർഡ് വാട്ടറിനകത്തുള്ള എല്ലാ കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സുകൾ രാസപ്രവർത്തനം നടന്ന് സോപ്പുമായിട്ട് രാസപ്രവർത്തനം നടന്ന് റിമൂവ് ചെയ്തതിന് ശേഷമാണ് വെള്ളം അല്ലെങ്കിൽ സോപ്പ് പതയ്ക്കാൻ ആരംഭിക്കുകയുള്ളൂ. അത്രയും നേരത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് വേസ്റ്റാണ്. അതുവരെ ഉപയോഗിച്ച എനർജിയും നമുക്ക് വേസ്റ്റാണ്. രണ്ടാമത്തത്, ഹാർഡ് വാട്ടർ കോസ് സ്പോട്ട് ആൻഡ് സ്ട്രീക്ക് ഓൺ ദ ക്ലോത്ത്സ്. വസ്ത്രത്തിൽ കുത്തുകളും പാടുകളും ഉണ്ടാക്കാൻ കാരണമാകും. നമ്മൾ അലക്ക് വ്യവസായത്തിന് വേണ്ടിയിട്ട് നല്ല വസ്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അലക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഹാർഡ് വാട്ടർ വെച്ചിട്ട് അതിനെ അലക്കുമ്പോൾ ഹാർഡ് വാട്ടറിലെ ഹാർഡ്നെസ്സിന് കാരണമായ കോമ്പൗണ്ടുകൾ ഈ ക്ലോത്തിൽ കുത്തുകളും പാടുകളും ഉണ്ടാക്കാൻ കാരണമാകും. അടുത്തതാണ്, ഇറ്റ് റെഡ്യൂസ് ദ ക്വാളിറ്റി ഓഫ് ദ ക്ലോത്ത്സ് ഓൺ ഡെയിലി വാഷിംഗ്. ഹാർഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് വസ്ത്രം നിത്യേന നമ്മൾ അലക്കുകയാണെങ്കിൽ ആ വസ്ത്രത്തിൻ്റെ ഉണ്ടാക്കിയിരിക്കുന്ന ആ മെറ്റീരിയലിന് ക്വാളിറ്റി കുറയാനും കാരണമാകും. നമ്മൾ കോട്ടൺ ഡ്രസ്സ് അല്ലെങ്കിൽ ലിനൻ, ജൂട്ട്, വൂള്, സിൽക്ക് ഒക്കെയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ വസ്ത്രങ്ങളിൽ ഹാർഡ്നെസ്സിന് കാരണമായ കോമ്പൗണ്ടുകൾ അതുമായി റിയാക്ഷൻ നടത്തി ആ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കുറക്കാൻ കാരണമാകും. അടുത്തതാണ്, ഹാർഡ് വാട്ടറിൻ്റെ ദൈനംദിന ഉപയോഗത്തിലുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹാർഡ് വാട്ടർ ഇൻ ഡൊമസ്റ്റിക് യൂസ് എന്ന് വെച്ചാൽ ഗാർഹിക ഉപയോഗത്തിൽ അല്ലെങ്കിൽ ദൈനംദിന ഉപയോഗത്തിലുള്ള ഹാർഡ് വാട്ടറിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത്, ഇറ്റ് കോസ് വേസ്റ്റേജ് ഓഫ് സോപ്പ് ഓൺ വാഷിംഗ്. അലക്കുന്നിടത്ത് ഇത് സോപ്പ് വേസ്റ്റേജ് ആവാൻ കാരണമാകും. രണ്ടാമത്തത്, ഇറ്റ് കോസ് സ്പോട്ട് ആൻഡ് സ്ട്രീക്ക് ഓൺ ദ ക്ലോത്ത്സ് ഓൺ വാഷിംഗ്. അലക്കുന്ന സമയത്ത് വസ്ത്രത്തിൽ കുത്തുകളും പാടുകളും ഉണ്ടാക്കാൻ ഹാർഡ് വാട്ടർ കാരണമാകും. അടുത്തത്, ഇറ്റ് കോസ് ബാഡ് ടേസ്റ്റ് ഫോർ ഫുഡ്, ടീ എക്സെട്ര ഓൺ കുക്കിംഗ്. പാചകം ചെയ്യുന്നിടത്ത് നമ്മൾ ഹാർഡ് വാട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ ഭക്ഷണത്തിന് രുചി വ്യത്യാസം വരുത്താൻ ഹാർഡ് വാട്ടർ കാരണമാകും, അല്ലെങ്കിൽ തെറ്റായ രുചി വരുത്താൻ ഹാർഡ് വാട്ടർ കാരണമാകാം. അടുത്തത്, ഇറ്റ് കോസ് ഹെൽത്ത് പ്രോബ്ലംസ് ലൈക്ക് കിഡ്നി സ്റ്റോൺ ഓൺ ഡ്രിങ്കിങ്. ഹാർഡ് വാട്ടർ കുടിക്കുന്നത് മൂലം ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. നമുക്കറിയാം, ഹെൽത്ത് പ്രോബ്ലംസിൽ പ്രധാനപ്പെട്ട ആളാണ് കിഡ്നി സ്റ്റോൺ. നമുക്കറിയാം, വൃക്കയിൽ കല്ലുണ്ടാവുന്നതിൻ്റെ കാരണം, വൃക്കയിലെ കല്ല് എന്ന് പറഞ്ഞത് നമ്മളുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ രക്തത്തിൽ നിന്ന് ഫിൽട്ടർ ചെയ്യപ്പെട്ട് വരുന്ന കാൽസ്യമാണ് വൃക്കയിൽ കല്ലായിട്ട് രൂപം കൊള്ളുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഹാർഡ് വാട്ടർ കാരണമാകണോ? ഒന്ന് കാൽസ്യത്തിൻ്റെ കോമ്പൗണ്ടാണ്, കാൽസ്യം ക്ലോറൈഡ്, കാൽസ്യം സൾഫേറ്റ്, അതുപോലെ കാൽസ്യം ബൈകാർബണേറ്റ്. നമ്മളുടെ കുടിവെള്ളങ്ങളിൽ, നമ്മളുടെ കിണറിലുള്ള വെള്ളത്തിൽ, നമ്മുടെ അവിടുത്തെ ഭൂമിയിൽ ഹാർഡ്നെസ്സിന് കാരണമായ ആളുകളുണ്ടെങ്കിൽ അത്തരം വെള്ളം നമ്മൾ സ്ഥിരം കുടിക്കുന്നതിലൂടെ നമ്മുടെ വൃക്കയിൽ കാൽസ്യം അടിഞ്ഞു കൂടാനും അതുമൂലം കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനും കാരണമാകും. അപ്പോൾ ഇത്രയാണ് ഹാർഡ് വാട്ടറിൻ്റെ ദോഷവശങ്ങൾ, ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഹാർഡ് വാട്ടറിന് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഹാർഡ് വാട്ടർ? ഹാർഡ് വാട്ടറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഹാർഡ് വാട്ടറിന് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഗുണങ്ങളില്ല. പക്ഷേ നമ്മുടെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗുണങ്ങളായിട്ട് പറയാവുന്നതും ഉണ്ട്. ഇവിടെ ഒന്നാമത്തത്, ഇറ്റ് കണ്ടെയ്ൻസ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം വിച്ച് ഈസ് റിക്വയർഡ് ഫോർ ഹെൽത്ത്. നമുക്കറിയാം, ആരോഗ്യത്തിന് അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ആരോഗ്യത്തിന് ആവശ്യമായ ആളുകളാണ് കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം ഒക്കെ നമുക്ക് ചെറിയ അളവിൽ, വളരെ ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഈ ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയൊക്കെയാണ് നമുക്ക് ആ ആളുകളെ ലഭിക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ കടയിൽ നിന്ന് ഡ്രിങ്കിങ് വാട്ടർ വാങ്ങാറുണ്ട്. കുടിവെള്ളം അല്ലെങ്കിൽ പാക്കേജ്ഡ് വാട്ടർ രണ്ട് തരത്തിലുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് ഡ്രിങ്കിങ് വാട്ടർ എന്ന് എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തെ മിനറൽ വാട്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത് കുടിവെള്ളമാണ്. അത് ലഭ്യമായ വെള്ളത്തിനെ ശുദ്ധീകരിച്ചിട്ട് കുടിവെള്ളം അല്ലെങ്കിൽ കുടിക്കാൻ യോജ്യമാക്കിയതാണ് കുടിവെള്ളം അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത്. മിനറൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ കുടിവെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കിയത് കൂടാതെ മനുഷ്യന് ആവശ്യമായിട്ടുള്ള മിനറൽസും കൂടെ ആഡ് ചെയ്ത വെള്ളമാണ്. അപ്പോൾ നമ്മൾ പൊട്ടാസ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും സോഡിയം, മഗ്നീഷ്യം പോലെയുള്ള നമ്മുടെ ശരീരത്തിന് വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള മിനറൽസ് അല്ലെങ്കിൽ ഈ ലോഹങ്ങളുടെ ഏതെങ്കിലും കോമ്പൗണ്ടുകൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാകും.
ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഹാർഡ് വാട്ടറിൽ കാൽസ്യം മഗ്നീഷ്യവും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാൽസ്യം മഗ്നീഷ്യവും ഹാർഡ് വാട്ടറിനകത്ത് ഉണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് എണ്ണാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ അർത്ഥം ഹാർഡ് വാട്ടർ കുടിക്കാൻ യോഗ്യമാണ് എന്നല്ല. ഹാർഡ് വാട്ടറിൽ ഈ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും അളവ് വളരെ കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് പോസിറ്റീവായിട്ട് പറയാം, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാൽസ്യം മഗ്നീഷ്യം അതിനകത്ത് ഉണ്ട് എന്ന് പറയാം. രണ്ടാമത്താണ്, ഇറ്റ് ഡസ് നോട്ട് ഡിസോൾവ് ലെഡ് ഇൻ ദ ലെഡ് പൈപ്പ്. ലെഡ് പൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ലെഡിനെ ഹാർഡ് വാട്ടർ ഡിസോൾവ് ചെയ്യിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഫാക്ടറികൾ അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഡിൻ്റെ പൈപ്പിലൂടെയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ലിക്വിഡുകളെ കടത്തിവിടാറുണ്ട്, അല്ലെങ്കിൽ വെള്ളത്തിനെ കടത്തിവിടാറുണ്ട്. ഫാക്ടറികളിലൊക്കെ പ്ലാസ്റ്റിക്കും ബാക്കി മെറ്റൽസൊക്കെ എന്ത് കൊറോഷന് കാരണമാകുന്നത് കൊണ്ട് കൊറോഷൻ കുറവുള്ള ഒരു മെറ്റലായിട്ടുള്ള ലെഡിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ പൈപ്പ് നിർമ്മിക്കാറുണ്ട്. ഈ പൈപ്പിനകത്തൂടെ സോഫ്റ്റ് വാട്ടർ കടത്തിവിടുകയാണെങ്കിൽ സോഫ്റ്റ് വാട്ടറിനകത്ത് ലെഡ് ഡിസോൾവ് ആകും. എന്ന് വെച്ചാൽ പൈപ്പ് നിർമ്മിച്ചിരിക്കുന്ന ലെഡ് പൈപ്പിനകത്ത് കൂടെ പോകുന്ന വെള്ളത്തിൽ സാവധാനം അലിഞ്ഞില്ലാതായി പൈപ്പ് പൊട്ടുന്ന അവസ്ഥയിലേക്ക് എത്താം. ഈ ഒരു സംഭവം ഹാർഡ് വാട്ടറിൽ ഉദിക്കുന്നില്ല. കാരണം ഹാർഡ് വാട്ടറിൽ ഹാർഡ്നെസ്സിന് കാരണമായ ആളുകൾ ഉള്ളതിനാൽ ലെഡ് പൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ആ ലെഡ് ഈ വെള്ളത്തിൽ ഡിസോൾവ് ആവില്ല. ഇതാണ് ഹാർഡ് വാട്ടറിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.